ക്രിസ്റ്റഫർ നോളൻ നല്ല സംവിധായകനേ അല്ല, എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. അദ്ദേഹത്തെക്കാട്ടിലും എത്രയോ മികച്ച സംവിധായകൻ തന്നെയാണ് സ്റ്റീഫൻ സ്പിൽബർഗ്. പക്ഷെ ഇവിടെ ക്രിസ്റ്റഫർ നോളനെയാണ് എല്ലാവരും വാഴ്ത്താറുള്ളത്. ക്രിസ്റ്റഫർ നോളന്റെ ഒരു സിനിമ ഹിറ്റായാലും അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ബഡ്ജറ്റ് കൂടുതലായിരിക്കും. ആ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള കളക്ഷൻ ആളുടെ സിനിമയ്ക്ക് വരാറേ ഇല്ല. ക്രിസ്റ്റഫർ നോളന്റെ ദി ഒഡേസി ജൂലൈയിലാണ് റിലീസ്. എന്നാൽ സ്റ്റീഫൻ സ്പിൽബർഗ് മതത്തെ പറ്റി ചോദ്യം ചോദിക്കുന്ന രീതിയിൽ ഒരു ഏലിയൻ സിനിമയായിട്ട് വരുന്നുണ്ട്, ഡിസ്ക്ലോഷർ ഡേ. നിങ്ങൾ അത് എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഡിസ്ക്ലോഷർ ഡേ ഒരു ഏലിയൻ സിനിമയാണെന്നാണ് മിക്കവരുടെയും വിചാരം. പക്ഷെ അത് അങ്ങനെയല്ല, മതത്തെ ചോദ്യം ചെയ്യുന്ന സിനിമ തന്നെയാണ്. ഇപ്പൊ ഏലിയൻസ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഡിസ്ക്ലോഷർ ഡേയിൽ സ്റ്റീഫൻ സ്പിൽബർഗ് പറയുന്നത്, ഇപ്പൊ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ, അവൻ വേണിച്ച ഒരു മനുഷ്യനായിരിക്കില്ല, അവനൊരു റെപ്റ്റേലിയൻ ആയിരിക്കും. അവൻ വേണിച്ച മനുഷ്യന്റെ വേഷം കെട്ടിയിട്ട് നിന്റെ അടുത്ത് നിൽക്കുന്നതായിരിക്കും. നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഏറ്റവും വലിയ ഫ്രണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ പേടിക്കുമോ, അതോ രഹസ്യമാക്കി വെക്കുമോ, അതോ അവനെ വിടുമോ, അതോ അവനെ കൊല്ലാൻ ശ്രമിക്കുമോ? ഏലിയൻ സിനിമകൾ സ്റ്റീഫൻ സ്പിൽബർഗിന് ഒരു പുതിയ വിഷയമേ അല്ല. E.T. എക്സ്ട്രാ ടെറിസ്റ്ററിയൽ, ക്ലോസ് എൻകൗണ്ടേഴ്സ്, വാർ ഓഫ് ദ വേൾഡ്സ്, ഇതിലെല്ലാം സ്റ്റീഫൻ സ്പിൽബർഗ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അറിയാത്തതിനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ശരിക്കും ഏലിയൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ക്രിസ്തുമതം തകരുമോ, അതോ ജൂതമതം തകരുമോ? അതുകൊണ്ടാണ് ഈ സിനിമയ്ക്കെതിരെ ചെറിയൊരു പ്രൊട്ടസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് വലിയ സംഭവമൊന്നും ആയിട്ടില്ല. മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞാൽ സത്യം അറിയേണ്ട ആവശ്യമില്ല. സത്യത്തിന് ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാവില്ല. രഹസ്യമായിട്ടിരിക്കുന്നതാണ് മനുഷ്യന് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കോൺസ്പിറസി തിയറീസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് എല്ലാവർക്കും വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏലിയൻസ് ഉണ്ട് എന്നുള്ള കുറച്ച് ഫോട്ടോസ് ഡൊണാൾഡ് ട്രംപ് പബ്ലിഷ് ചെയ്തു. ക്യൂരിയോസിറ്റിയുടെ എല്ലാവരും നോക്കി. ഇപ്പൊ ഏലിയൻസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും നമുക്ക് വല്ല വ്യത്യാസം ഉണ്ടായോ? ഇല്ല. ഈ ഏലിയൻസിന്റെ സിനിമ എന്തുകൊണ്ടാണ് മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത്? ഇതിൽ എമിലി ബ്ലണ്ട് ഒരു യോദ്ധാവല്ല, ഒരു സയന്റിസ്റ്റ് അല്ല, ഒരു സാധാരണ പത്രപ്രവർത്തക. അത് സ്പിൽബർഗിന്റെ എല്ലാ സിനിമയിലും കാണും. കാരണം സാധാരണക്കാരന്റെ കഥ പറഞ്ഞാല് സിനിമ ഹിറ്റ് ആവുള്ളൂ. അല്ലാണ്ട് ക്രിസ്റ്റഫർ നോളന്റെ പോലെ നായകൻ എന്തോ വലിയ സംഭവമായിട്ട് കാണിക്കുകയും ചെയ്യും, എന്തോ ബുദ്ധിയോടെ കാണിക്കുകയും ചെയ്യും. എല്ലാവരും വലിയ സിഗ്മ മേല പറഞ്ഞിട്ട് തിയേറ്ററിൽ പോയി സിനിമയും കാണും. സിനിമ പകുതി ആവുമ്പോഴേക്കും ക്രിസ്റ്റഫർ നോളന്റെ പടത്തിൽ മിക്കവരും ഉറങ്ങുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഓപ്പൺഹൈമർ തിയേറ്ററിൽ പോയി കണ്ട് ഞാൻ പേഴ്സണലി അത് ആസ്വദിച്ചു കണ്ടു. പക്ഷെ അത്യാവശ്യം കുറെ പേര് തിയേറ്ററിൽ ഉറക്കം തൂങ്ങിയും മൊബൈലിൽ കളിക്കണമൊക്കെ ഞാൻ കണ്ടത്. പക്ഷെ ഒരു സ്റ്റീഫൻ സ്പിൽബർഗിന്റെ സിനിമയിൽ അങ്ങനെ ഉണ്ടാവാറില്ല. വളരെ എൻഗേജിങ് ആയിരിക്കും. ഈ ലോകം മാറുമ്പോൾ എങ്ങനെയാണ് സാധാരണ മനുഷ്യർ റിയാക്ട് ചെയ്യുക, അതാണ് സ്റ്റീഫൻ സ്പിൽബർഗിന്റെ സിനിമയിൽ എപ്പോഴും കാണിക്കാറുള്ളത്. ഇതിൽ ജോൺ ഒക്കോണർ എന്ന ക്യാരക്ടർ ഒരു ഹീറോയോ സൂപ്പർമാനോ ഒന്നുമല്ല, സാധാരണ മനുഷ്യനാണ്. സാധാരണ മനുഷ്യർ സത്യം അറിഞ്ഞാൽ അത് പല വലിയ ആൾക്കാർക്കും പവർ പൊസിഷനിലുള്ള ആൾക്കാർക്കും പലതും നഷ്ടപ്പെടാനുണ്ട്. ഇവിടെ ഏലിയൻ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, നമ്മുടെ വിശ്വാസം തകർന്നാൽ ഇവിടുത്തെ പൊളിറ്റിക്സ് ചിലപ്പോൾ താഴെ വീഴും. കാരണം പല മതവിശ്വാസത്തിന്റെ പേരിലാണ് ഇവിടെ പല നേതാക്കന്മാരും ഇപ്പോഴും നേതാവായിട്ട് തന്നെ തുടരുന്നത്. കാരണം വിശ്വാസം തകർന്നാൽ എൻ്റെ മതം, എൻ്റെ ജാതി, എൻ്റെ ആൾക്കാര്, എൻ്റെ ബന്ധങ്ങൾ, ഇതിലൊന്നും വലിയ തകർച്ചയുണ്ടാവില്ല. ഇതൊക്കെ ആലോചിച്ചിട്ട് മനുഷ്യൻ പാനിക് ആവും. മനുഷ്യർക്ക് പലപ്പോഴും തെളിവ് കിട്ടാത്ത ഒരു പ്രശ്നമല്ല, തെളിവ് കിട്ടുമ്പോഴാണ് പ്രശ്നം. സിനിമ ഒരു ഇമോഷൻസ് ആണ്. ആ ഇമോഷൻസ് ക്രിസ്റ്റഫർ നോളന്റെ സിനിമയിൽ അങ്ങനെ ഉണ്ടാവാറില്ല. സയൻസ് ആണ് പറയാറ്, അദ്ദേഹം ബ്രെയിൻ ആണ് അറ്റാക്ക് ചെയ്യാറുള്ളത്. പക്ഷെ സ്പിൽബർഗോ ഹാർട്ട് ആണ് അറ്റാക്ക് ചെയ്യാറുള്ളത്. അതുകൊണ്ട് സ്പിൽബർഗ് തന്നെയാണ് ഏറ്റവും നല്ല സംവിധായകൻ.